ഹായ്, ദിസ് ഈസ് സുജിത് ഫ്രം ഡിസൈൻ ഫ്രെയിം. അപ്പോൾ ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു വോൾ ഡിസൈൻ പാനൽ മെറ്റീരിയലിനെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മളൊരു ഡിസൈൻ പാനൽ ഷീറ്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തത്. മിക്കവാറും ഈ വീഡിയോ ഒരു ഡിസൈൻ പാനൽ സീരീസ് ആയിട്ട് മാറാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞത് നമ്മളൊരു ബോക്ക് മെറ്റീരിയലാണ് ഡിസ്കസ് ചെയ്തിരുന്നത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് PVC മെറ്റീരിയലാണ്. ഇതാണ് മെറ്റീരിയൽ. ലൈറ്റ് വെയിറ്റ് ആണ്, പിന്നെ ഒരുപാട് ഷെയ്ഡ്സ് അവൈലബിൾ ഒരു ഷീറ്റാണ്. PVC മെറ്റീരിയൽ ആയതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ പഴയ തറവാടുകളിലൊക്കെ സീലിംഗിൽ ഒരു വുഡൻ കാർവിംഗ് ഡിസൈൻസ് കാണാറുണ്ട്, സെൻറ്റർ പോർഷനിലൊക്കെ ആയിട്ട്. അതേ ഒരു ഡിസൈന് ഒരു കമ്പാക്ട് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിട്ട്. ഓക്കെ, ഇത് അതിൻ്റെ ഒരു കട്ട് പീസാണ്. ആക്ച്വലി ഒരു 60x60 ഒരു പീസാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സെൻറ്റർ പോർഷൻ വെച്ചിട്ട് കട്ട് പീസാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഇത് ആൻറ്റിക് ഷെയ്ഡാണ്. അപ്പം നമുക്കിതിൽ വുഡ് ഷെയ്ഡ് അവൈലബിൾ ആണ്, ഈ ഒരു ആൻറ്റിക് ഷെയ്ഡ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പ്ലെയിൻ കളേഴ്സിൽ അവൈലബിൾ ആണ്. അപ്പം നമുക്ക് സീലിംഗിൽ ഈ ഒരു പാനൽസ്, ഒരു 2x2 പാനൽസ് ടൈലുകളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു 6x6 പീസസ് അറേഞ്ച് ചെയ്യണമെങ്കിൽ ആ ഒരു തടിയിൽ കാവ് ചെയ്ത സീലിൽ നമ്മളൊരു WPC മോൾഡിങ് പറഞ്ഞിരുന്നു. ആ ഒരു സിംഗിൾ പീസിനെ ഫിക്സ് ചെയ്ത് യൂസ് ചെയ്തതിന് പകരം ഒരു ഡിസൈൻഡ് ആയിട്ടൊരു ഷീറ്റ് തന്നെ 2x2 സൈസിലൊരു ഷീറ്റ് തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡയറക്റ്റ് മേടിച്ചാൽ ഫിക്സ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഈ മോൾഡിങ് പീസസ് വെച്ച് ഡിസൈൻ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ഡിസൈൻ പാറ്റേൺസ് പല പല മെറ്റീരിയൽസ് വെച്ച് കുറച്ചും കൂടി ഈസി ആക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. നോർമലി നമ്മൾ കട്ടിങ് മെഷീനിൽ തന്നെ കട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. പാപ്പേഴ്സിനെ യൂസ് ചെയ്ത് തന്നെ ഇത് ഫിക്സ് ചെയ്യിപ്പിക്കാനും കഴിയും. കാരണം ഇതേ ഒരു ഡിസൈൻ നമ്മൾ ഇപ്പോൾ ചെയ്യുകയാണെങ്കിൽ ആ തടിയിൽ ആ കാവ് ചെയ്തെടുക്കുക എന്നുള്ളത് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത്രയും സ്പീഡായിട്ട് ലേബേഴ്സ് ഇല്ല, അല്ലെങ്കിൽ അതൊക്കെ ഇത്രയും ചെയ്തു വരുമ്പോൾ എക്സ്പെൻസ് ആവും. അപ്പം അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെറ്റീരിയൽ പ്ലസ് ലേബർ ഇതൊന്ന് നോക്കുമ്പോൾ കോസ്റ്റ് അതിനേക്കാളും വളരെ കുറവാണ്. ഇപ്പം ഇന്റീരിയർ വർക്ക് ഇപ്പോൾ ചെയ്യുന്നവർക്ക് ഈ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് സീലിംഗോ വോളിലോ ആഗ്രഹിക്കുന്നവർക്ക് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഒരു പാറ്റേണിനെ കുറിച്ച് ട്രഡീഷണൽ ലുക്ക് പറഞ്ഞത്. അതുപോലെ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്, ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈൽ ഓഫ് ഡിസൈൻ പാറ്റേൺസ് അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലെ മറ്റൊരു പ്രൊഡക്റ്റിൻ്റെ വിശേഷങ്ങളായിട്ട് വരുന്നതുവരെ ബൈ.